ബിന്ദു, നിങ്ങളുടെ സമരം ഇപ്പോൾ 21-ാം ദിവസത്തിലാണ്. ഈ 21-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പോലീസ് നിങ്ങൾ സമരം ചെയ്യുന്ന വേദിയിൽ നിന്നും ടാർപോളിൻ എടുത്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾ മഴയത്ത് അതിശക്തമായി പ്രതികരിക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ ഈ രോഷപ്രകടനം യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിലവിലുള്ള സ്ഥിതി മാറ്റാൻ ഉത്തരവാദപ്പെട്ട കേന്ദ്ര സർക്കാരിനെതിരെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അതാണ് നിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ വിമർശനം. അതിൽ തുറന്ന് മറുപടി നൽകാം ബിന്ദു. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ആശാവർക്കർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനമാണ് ഓണറേറിയം നൽകുന്നത് എന്ന് എത്രയോ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സമരം തുടങ്ങിയപ്പോൾ മുതലേ ഇവിടുത്തെ ഇടതുപക്ഷ CITU അടക്കമുള്ള യൂണിയനുകൾ എന്താണ് പറയുന്നത്? പിണറായി വിജയനാണ് 7000 രൂപ തരുന്നത്, പിണറായി വിജയനാണ് 7000 രൂപ തരുന്നത്. അപ്പോൾ ഓണറേറിയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് തരുന്നത് എന്ന് ആണ് ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെയല്ല, 21-ൽ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആശാവർക്കർമാരടക്കമുള്ള അംഗൻവാടി സ്കീം വർക്കേഴ്സിന് അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 700 രൂപ മിനിമം കൂലി വെച്ച് പെർ ഡേ 21,000 രൂപ മിനിമം കൂലി ഉറപ്പാക്കുമെന്ന് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനകത്ത് യാതൊരു കൺഫ്യൂഷൻ്റെയും കാര്യമില്ല. പിന്നെ നമ്മുടെ സംഘടന അഖിലേന്ത്യാ തലത്തിൽ സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള പ്ലാറ്റ്ഫോമിലാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പലതവണ പാർലമെൻറ്റ് മാർച്ചുകൾ നടത്തിയിട്ടുണ്ട്. അവിടെ പോയി ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ട് ഈ ഇൻസെൻറ്റീവ് 17 വർഷം മുമ്പുള്ള ഇൻസെൻറ്റീവാണ്, അത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അവരോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ലാസ്റ്റ് സെൻട്രൽ ബജറ്റിന് മുമ്പായിട്ട് നമ്മൾ 1 മാസം മുമ്പ് തന്നെ അവിടെ പോയി ബന്ധപ്പെട്ട വകുപ്പിൽ അതിനുള്ള നിവേദനം സമർപ്പിച്ചതുമാണ്. അപ്പോൾ നമ്മൾ ദേശീയ തലത്തിലും സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ സംസ്ഥാന തലത്തിൽ നടത്തി. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട ഫണ്ട് ചോദിച്ചു വാങ്ങേണ്ടുന്നത് ആശാവർക്കർമാരല്ല, ഫണ്ട് ചോദിച്ചു വാങ്ങേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനമാണ്. പിന്നെ ഈ ഓണറേറിയം തരിക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആന്ധ്രയിൽ നിന്ന് ചില വാർത്തകൾ നമ്മൾ കാണുന്നത്. ഗ്രാറ്റുവിറ്റി അടക്കം കൊടുക്കാൻ ഇന്ത്യയിൽ ആദ്യമായി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രസവ ആനുകൂല്യം 3 മാസം ലീവും 60,000 രൂപയും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന് തീരുമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ശരിയാണ് ബിന്ദു, ഈ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പറയുന്നതിൽ വ്യക്തതയുണ്ട്. പക്ഷേ ബിന്ദു, നിങ്ങൾക്ക് ഈ അടിസ്ഥാന ശമ്പളം, തൊഴിലാളി വർഗത്തിനുള്ള അടിസ്ഥാന ശമ്പളം, ഈ ദിവസവേതനത്തിന്റെ കാര്യത്തിലുള്ള അടിസ്ഥാന ശമ്പളം എന്ന് പറയുമ്പോൾ നിങ്ങളെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. നിങ്ങളെ സന്നദ്ധ സേവകർ എന്ന ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഗണത്തിൽ നിന്നും നിങ്ങളെ തൊഴിലാളികളായി നിർവചിക്കേണ്ടതാരാണ്? കേന്ദ്ര സർക്കാരാണ്. ഈ ആവശ്യം നിങ്ങൾ ശക്തമായി ഉന്നയിച്ചു കഴിഞ്ഞാലാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാവുക. അതിൽ നിങ്ങൾക്ക് വിമർശനമില്ലേ? അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി അവിടേക്ക് എത്തുമ്പോൾ ആ മന്ത്രിയുമൊത്ത് ആടാനും പാടാനും നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് CPIM നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന ഏറ്റവും ശക്തമായ വിമർശനം. അതിലുള്ള മറുപടി? നമ്മൾ ഈ കേരളത്തിൽ ആശാവർക്കർമാരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട സംഘടന നമ്മുടെ സംഘടന. അതിന് ഔദ്യോഗികമായ രേഖകളുണ്ട്. നമ്മൾ ഇവിടെ കൊടുത്തതും കേന്ദ്രത്തിൽ കൊടുത്തതും അടക്കം നിരവധി നിവേദനങ്ങളുണ്ട്. ആശാവർക്കർമാരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തുക. അന്ന് നമ്മൾ ആ ഡിമാൻഡ് വെച്ചപ്പോൾ നമ്മളെ ആക്ഷേപിച്ച ആളുകളാണ്, ഇപ്പം അങ്ങ് ചെന്നാൽ മതി, ചോദിക്കുന്നതിനൊക്കെ ഒരു നാണോ പരിധിയില്ലെന്നാണ് അന്ന് ചോദിച്ചത് ഈ പറയുന്ന ആളുകൾ. ഇവിടെ അത് ഔദ്യോഗികമായ രേഖകളിലുണ്ട്. അത് ആവശ്യപ്പെട്ട സംഘടന നമ്മളുടേതാണ്. നമ്മളത് ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള നിലവിലുള്ള യാഥാർത്ഥ്യം എന്താണ്? ആ യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയല്ലേ നമ്മൾ സമരങ്ങൾ നടത്തേണ്ടത്. നമ്മൾ പൊടുന്നനവേ ഒരു ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിരിക്കുകയല്ല ചെയ്തത്. ഓഗസ്റ്റ് 16 നമ്മൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. അന്ന് ആരോഗ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു, NHM ഡയറക്ടറേറ്റിന് നിവേദനം കൊടുത്തു. ഡിസംബർ 4 NHM ഡയറക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യൂണിയനുകളുടെ മീറ്റിങ്ങിൽ പോയി. അന്ന് നമ്മൾ 20 ഡിമാൻഡുകൾ അടങ്ങുന്ന നിവേദനം അവർക്ക് സമർപ്പിച്ചു. അതിനുശേഷം നമ്മൾ ജനുവരിയിൽ വീണ്ടും ഒരു സെക്രട്ടേറിയറ്റ് വലിയ പങ്കാളിത്തത്തോടുകൂടി ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ആ മാർച്ചിൽ നമ്മൾ പറഞ്ഞെന്താണ്, നമുക്ക് പെൻഡിങ് ഉള്ള പൈസയും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യവും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ബജറ്റിൽ നമ്മളെ പരിഗണിച്ചില്ല എങ്കിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ രാപ്പകൽ സമരം തുടങ്ങുമെന്ന് എത്രയോ നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടാണ് നമ്മൾ ആ സമരത്തിലേക്ക് പോയത്. പൊടുന്നനവെ എടുത്ത് നമ്മൾ ആ സമരത്തിലേക്ക് ചാടുകയല്ല ചെയ്തത്. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം
ചെയ്തിട്ടാണ് അത് നമ്മളെ ബജറ്റിൽ നമുക്ക് 3 മാസം ഇത് പെൻഡിങ് ആയിരിക്കുമ്പോൾ പോലും അതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാതെ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴാണ് നമ്മൾ പ്രഖ്യാപിച്ചതുപോലെ രാപ്പകൽ സമരത്തിലേക്ക് പോയത്. പിന്നെ കേന്ദ്രമന്ത്രി അവിടെ വന്നതിനെ സംബന്ധിച്ച് അവിടെ നമ്മൾ ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, ഈ കേരളത്തിലെ എത്രയോ സാംസ്കാരിക സംഘടനകൾ, പൊതുജനങ്ങൾ, എത്രയോ സാമുദായിക സംഘടനകൾ എല്ലാവരും അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരുന്നതിനെ ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സംഘടനയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണി സംഘടനയോ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയല്ലത്. അപ്പോൾ അതിനകത്ത് എല്ലാ രാഷ്ട്രീയ വിശ്വാസികളായ പ്രവർത്തകരായ മെമ്പർമാരായൊക്കെ അതിനകത്ത് CPM-കാരും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്, BJP-ക്കാരും ഉണ്ട്, CPI-ക്കാരും ഉണ്ട്, SUCI-ക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു സത്യത്തിലൊരു ജനകീയ സമരത്തിൻ്റെ ഒരു രീതിയിലാണ് ഇപ്പോൾ അതൊരു ജനകീയ സമരമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ സമരത്തിൽ എല്ലാ ആളുകളും വരട്ടെ, വരുന്നതിൽ ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നുണ്ട്. കാരണം ഈ സമരത്തിൻ്റെ പിന്തുണ, ഇത് വിജയിക്കേണ്ടുന്ന ആവശ്യകത, അതിന് കിട്ടേണ്ടുന്ന പിന്തുണ ഒരു ആവശ്യമുണ്ട്. നമ്മൾ ആരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടിട്ടല്ല ഇവരിങ്ങോട്ട് വരുന്നത്, മറിച്ച് അവർ സ്വയമേവ വരുന്നതാണ് ഈ സമരത്തിലേക്ക്. അപ്പോൾ അവർ വരുമ്പോൾ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ തടഞ്ഞു നിർത്തുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ആ സമരവേദിയിൽ വരുന്ന എല്ലാവരോടും നമ്മുടെ നിലപാട് അറിയിച്ചിട്ട് പ്രസംഗിക്കാൻ അനുവദിക്കത്തുള്ളൂ. അത് ആരാണെങ്കിലും അവിടെ വന്നിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരോട് അടക്കം, അവിടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വന്നു, V. മുരളീധരൻ വന്നു, ശോഭാ സുരേന്ദ്രൻ വന്നു, എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു ഇത് ഒരു രാഷ്ട്രീയം പറയാനോ രാഷ്ട്രീയ വിമർശനം നടത്താനോ ഉള്ള വേദിയല്ല, മറിച്ച് ഇത് ആശമാരുടെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്ന ഒരു സമരവേദിയാണ്. അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ. അതുപോലെ തന്നെ ശ്രീ V. മുരളീധരൻ വന്നപ്പോൾ ആദ്യമേ സുരേഷ് ഗോപിക്ക് മുമ്പ് മുരളീധരനാണല്ലോ വന്നത്. മുരളീധരൻ വന്നപ്പോഴും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വന്നപ്പോഴും നമ്മൾ വളരെ കർക്കശമായിട്ട് അവരോട് പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾ ആദ്യമേ ഇവിടെ വരിക അല്ല ചെയ്യേണ്ടത്, നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയി ആശാവർക്കർമാർക്ക് തരാനുള്ള കാര്യങ്ങൾ അവരെന്ത് തീരുമാനം എടുക്കുമെന്ന് ചോദിച്ചിട്ട് അത് പറയാനിവിടെ വരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. Debate with Smriti Parittikad.